കൽപ്പറ്റ ടൗൺഷിപ്പിൽ വയനാട് ദുരന്തത്തിൽ ജീവിതം ചിതറിപ്പോയ മനുഷ്യർക്ക് വീട് കിട്ടുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളുടെ ചില പ്രതികരണങ്ങൾ അതിവൈകാരികമായി മാറുകയാണ്. കേരളത്തിന്റെ ഭരണത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് നിറകണ്ണുകളോടെയും മനസ്സ് നിറഞ്ഞും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ പ്രതികരണത്തിന് പുറമെ അടുത്തൊരു പ്രവാസിയായിരുന്ന മനുഷ്യന്റെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണം. ഒരുപാട് സന്തോഷമുണ്ട് സാറിന്, മുഖ്യമന്ത്രി സാറിന് ബിഗ് സല്യൂട്ട് തരികയാണ് ഞങ്ങൾ. കാരണം അത്രയും ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെ ഞങ്ങളെ നോക്കുന്നുണ്ട് സാറും സാറിന്റെ പാർട്ടി. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് 32 കൊല്ലം ഗൾഫിലായിരുന്നു ഞാൻ, 34 കൊല്ലം. ഈ പൊട്ടീന്റെ ശേഷം 30-ാം തീയതി പൊട്ടി, 31-ാം തീയതി ഞാൻ അവിടെ നിന്ന് കയറി. കുടുംബങ്ങളൊക്കെ പോയി. കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയും മോനോ ഇന്ന് രക്ഷപ്പെട്ട്, ബാക്കിയുള്ളവരൊക്കെ പോയി. ജ്യേഷ്ഠന്, അനിയന്റെ ഭാര്യ, മക്കള് ഒക്കെ പോയി. 10-26ഓളം പേര് പോയി. പിന്നെ അതൊരു സങ്കടമുള്ളൂ. ബാക്കിയൊക്കെ നല്ല പോലെ തന്നെ ഈ ഇത് കണ്ടാൽ തന്നെ അറിയാലോ. ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഇവിടെ വന്ന് വീടൊന്ന് എങ്ങനെയാണ് എന്തായി പണിയൊക്കെ തീരാൻ നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് ദീർഘായുസ് കൊടുക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം അത്രയും നല്ല പോലെ ഞങ്ങളെ നോക്കുന്നുണ്ട്. പറഞ്ഞാല് ജനപത്താണെങ്കിലും 300 രൂപ വെച്ച് തരുന്നുണ്ട്. അതേപോലെ വാടക, പിന്നെ അതേപോലെ കൂപ്പൻ, അതെല്ലാം രസം. അത് 1-ാം തീയതി ആകുമ്പോഴത്തേനും ബാങ്കിലേക്ക് കയറുന്നുണ്ട് പണം. 1-ാം തീയതി ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ കുടുംബശ്രീ വഴിയായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ജോലി എടുത്തോളിയും, ജോലി നഷ്ടപ്പെട്ടതല്ല, ജോലി എടുത്തോളിയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തിരിച്ചടവുള്ളതുമായ പൈസ, അതായത് തിരിച്ചടവുള്ള ഇല്ലാത്തതുമായ പൈസ, അങ്ങനെ 2-3 ഫണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് പലിശ ഇല്ലാതെയാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഇറ്റാച്ച് എടുത്ത്. ഇറ്റാച്ചിന് വിളിക്കണം നിങ്ങളെ, ജോലി ഉണ്ടെങ്കിൽ വിളിക്കുക. മുണ്ടക്കൈ പ്രവാസി എന്ന് പറഞ്ഞ ഒരു ഇറ്റാച്ച് ഉണ്ട് എനിക്ക്. സർക്കാരിന്റെ ഒരു സംഘടനകളെയും സർക്കാരിന്റെയും ഒക്കെ സഹായത്തോടെ, പിന്നെ കുറച്ച് എനിക്ക് എന്റെ വീടിനൊരു ഇൻഷൂർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കെട്ടി അങ്ങനെ എടുത്ത് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ആ ഇറ്റാച്ചിന്റെ പേര് മുണ്ടക്കായി പ്രവാസി എന്നാണ്. വിളിക്കുക, പണിയുണ്ടെങ്കിൽ ഇറ്റാച്ച് സംബന്ധമായിട്ടുള്ള എന്ത് വർക്കാണെങ്കിലും വിളിക്കണം. എന്റെ ഫോൺ നമ്പർ 90-72-077-61. അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ വളരെ സന്തോഷമാണ്. ഈ മുഖ്യമന്ത്രി സാറ് ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെയാണ് ഞങ്ങളെ നോക്കുന്നത്. ധനപത്തായാലും ഒക്കെ 1-ാം തീയതി ആകുമ്പോഴത്തേനും കാശ് കിട്ടുകയാണ്. ഒരുപാട് സന്തോഷം സാറിന്. ഒരുപാട് നന്മകൾ നേരുകയാണ്. പ്രാർത്ഥനയും ഞങ്ങളെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. വാക്കുകളില്ല. കാരണം അങ്ങനെയാണ്. ഇതിപ്പോ ഈ സമയത്ത് പിന്നെ പ്രതിപക്ഷം ഭരിക്കുകയാണെങ്കിൽ ഞങ്ങളെ അധോഗതിയായിരിക്കും. അതുകൂടി ഞാൻ പറയാം. മനസ്സ് തട്ടി പറയണേ. ഞാൻ 36 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളുമാണ് അതിനോടൊപ്പം വേണ്ടപ്പെട്ടവരെയും കൊണ്ട് ആ മലവെള്ളപ്പാച്ചിൽ കടന്നുപോയത്. അതിൽ എല്ലാം തകർന്ന് ഇനി ഈ ഭൂമിയിൽ തനിക്ക് ഒന്നുമില്ല, ഇനി ജീവിതം വഴിമുട്ടി എന്ന് ചിന്തിച്ചതാണ്. അവിടെ നിന്ന് കേവലം 1.5 വർഷം പിന്നിടുമ്പോൾ അവർ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരെ ചുറ്റിപ്പറ്റി വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, പക്ഷേ ഗുണഭോക്താക്കളായ മനുഷ്യർക്ക് ഈ സർക്കാർ അവരോട് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ അനുഭവിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പോകുന്ന വാക്കുകളാണിതൊക്കെ. ഈ സർക്കാരിനെ നിങ്ങൾ എത്ര അധിക്ഷേപിച്ചാലും ഇത്തരം നല്ല വാക്കുകൾ, ചെയ്ത പ്രവൃത്തിയിൽ മറ്റുള്ളവർക്ക് കിട്ടിയ സംതൃപ്തി, അതിൻ്റെ പോസിറ്റീവ്നെസ് മാത്രം മതിയെന്ന്. ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എത്രത്തോളം വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഗുണഭോക്താക്കളായ മനുഷ്യർക്ക് അനുഭവമുണ്ട്. അവരുടെ ജീവിതത്തിൽ വഴിമുട്ടി നിന്ന സന്ദർഭത്തിൽ കൈപിടിച്ച് ഒപ്പം നടത്തിച്ചവരാണ്, ചേർത്ത് നിർത്തിയവരാണ്. ആ ചേർത്ത് നിർത്തലിലൂടെ ജീവിതം തിരികെ പിടിച്ച് അവരെ മുന്നോട്ട് നടക്കാൻ പ്രാപ്തരാക്കിയ സംവിധാനമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഹാറ്റ്സ് ഓഫ് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല. 1.5 വർഷമായിട്ട് ഭൂമി വാങ്ങി കല്ലിടാൻ പോലും കഴിയാത്തവർ ഇപ്പോൾ അധികാരത്തിലേറിയാൽ മല മറിക്കുമെന്നൊക്കെ പറയുമ്പോൾ, മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ആ കസേരയിൽ ഇരുന്നതും ഇടതുപക്ഷം ഇവിടെ ഭരിക്കാൻ അവസരമുണ്ടായതുമാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് അതിവേഗതയിൽ ഈ പുനരധിവാസം യാഥാർത്ഥ്യമായത്. ആ പുനരധിവാസം ലോകത്തിന് തന്നെ അത്ഭുതമാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്.
അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് ശേഷിയുണ്ടെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ലീഗ് 20 കോടി പിരിച്ചു വച്ച വീടും ഒപ്പം തന്നെ പണം അതേപോലെ പിരിച്ചെടുത്ത കോൺഗ്രസ്സുകാർ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നിടത്ത് 3.5 ഏക്കർ 100 പേർക്ക് വേണ്ടി വാങ്ങിച്ച് കല്ലിടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം താരതമ്യം ചെയ്യാം. ഇതിൽ ആർക്കാണ് നിശ്ചയദാർഢ്യമുള്ളത്, ആർക്കാണ് മനുഷ്യത്വമുള്ളത്, ആരാണ് മനുഷ്യരുടെ ദയനീയ അവസ്ഥയിൽ ഒപ്പം നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ അനുഭവങ്ങൾ കേട്ട് മനുഷ്യരായിട്ടുള്ളവർക്ക് വിലയിരുത്താവുന്നതാണ്. അതിനപ്പുറത്തേക്ക് കണ്ണിൽ പൊടിയിടലും അല്ലെങ്കിൽ വാക്ചാതുര്യങ്ങൾ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്നവർക്ക് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. കാര്യം ജീവിത അനുഭവങ്ങളുള്ള മനുഷ്യർക്ക് ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അതിൻ്റെ മാധുര്യത്തെക്കുറിച്ച് തിരിച്ചറിയാനാകും.